ഹലോ ഗൈസ്, നമ്മൾ വീണ്ടും വീണ്ടും സീക്രട്ട് വായിക്കാൻ പോവാണ്. നിങ്ങൾക്കൊരു കാര്യം അറിയോ? 100ാമത്തെ സീക്രട്ട് ആവാറായി. 100ാമത്തെ സീക്രട്ട് വീഡിയോ ആവാറായി. ഞാൻ 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ആയിരുന്നു അത്. അവൾ 6th പഠിക്കായിരുന്നു. വീട്ടിൽ ആരും ഇല്ലാത്തതുകൊണ്ട് അവൾക്കും എനിക്കൊരു ഫീലിങ്സ്. പിന്നെ ഒരു ദിവസം അച്ഛൻ വന്ന് സൗണ്ട് കേട്ടപ്പോൾ അമ്മ കോൾ ചെയ്യായിരുന്നു. പക്ഷെ വീഡിയോയിൽ കെ എന്ന് പറഞ്ഞാൽ മതി. ഐ ആം ഗേ. ഞാൻ എന്റെ സെൽഫ് റെസ്പെക്ട് കളഞ്ഞ് ബെഗ് ചെയ്തു നിന്നു. അതുപോലെ മരണ പൊരുത്തവും ഉണ്ടെന്ന് പറഞ്ഞു. അടുത്ത സീക്രട്ട്. ഹായ് ഇതെങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്ന് എനിക്കറിയില്ല. ഞാൻ ഈ കാര്യം ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷെ ആരോടും പറയാത്തത് കൊണ്ട് എന്തോ വല്ലാത്ത ഫീല്. എന്റെ പാരന്റ്സ് സെപ്പറേറ്റഡ് ആണ് 2023. ഇതിനു മുമ്പ് വീട്ടിൽ പ്രോബ്ലം ഉണ്ടായിരുന്നെങ്കിലും ഓക്കെ ഓക്കെ ആയിരുന്നു. ഞാൻ ഒരു 5th ഗ്രേഡിലായപ്പോ ഒക്കെ അവർ ഒരുമിച്ചായിരുന്നു. ബട്ട് ഷീ ഹാസ് എ ബോയ് ഫ്രണ്ട് ആണോ എന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് ആ സമയത്ത് മോർണിംഗ് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അമ്മയുടെ ഫോണാണ് യൂസ് ചെയ്യാറ്. പിന്നെ ഒരു ദിവസം മിഡ് ക്ലാസ് യൂട്യൂബ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വന്നു. ഞാൻ ആ സമയത്ത് ഒരു ക്യൂരിയോസിറ്റിക്ക് അത് ക്ലിക്ക് ചെയ്ത് ആ ചാറ്റ്സ് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അത് നോർമൽ തിങ് അല്ലാന്ന്. പിന്നെ ഒരു ദിവസം അച്ഛൻ വന്ന് സൗണ്ട് കേട്ടപ്പോൾ അമ്മ കോൾ ചെയ്യായിരുന്നു. അപ്പോൾ ഷീ സെഡ് ഹി കെയിം ഐം ഹാങ്ങിങ് അപ്പ്. ആ പുള്ളി മലയാളിയല്ല, ഫ്രം 5 years ഓഫ് ഡിഗ്ഗിങ്. ആള് അമ്മയുടെ ഓഫീസിലെ ആരോ ആണ്, തമിഴ്. എന്നിട്ട് പിന്നെ ഞാൻ ഫുൾ അവരുടെ ചാറ്റ്സ് ഒക്കെ വായിക്കായിരുന്നു. അതിനോ പ്രൈവസി ഒക്കെ സംഭവം ഓക്കെ, ബട്ട് സ്റ്റിൽ. പിന്നെ അമ്മയും അച്ഛനെയും സെപ്പറേറ്റഡ് ആയപ്പോ ഇവരുടെ ബന്ധം ഇനിയും ബിഗർ ആയി, ലൈക്ക് സെക്ഷലി. ഹി വാസ് സോ ടോക്സിക് ആൻഡ് ഡിസ്ഗൈസ്ഡ് ഇറ്റ് ആസ് കെയറിങ്. പുള്ളി വൺസ് അമ്മയ്ക്ക് മെസ്സേജ് ഇട്ടു, ലൈക്ക് ഞാൻ ഒരു നോയ്സൻസ് ആണ് ആൻഡ് ഐ ഡോണ്ട് ഡിസേർവ് ദ തിങ് ഷി ഗേവ് മീ. പിന്നെ പുള്ളി എപ്പോഴും അമ്മേനോട് ന്യൂഡ് പിക്സ് ഒക്കെ ചോദിക്കും. പിന്നെ കുറെ സെക്സ് ഒപ്പീനിയൻസ്, പൊസിഷൻസ്, അങ്ങനെ കുറെ ഒക്കെ. ബട്ട് ഇതൊക്കെ വായിക്കുന്നതിന് എനിക്ക് ഗിൽറ്റി അടിക്കാറുണ്ടെങ്കിലും ഐ ഫീൽ ലൈക്ക് ഐ ഷുഡ് നോ അബൌട്ട് ഹർ ഡബിൾ ഫേസ് പേഴ്സണാലിറ്റി. ഇതിനിടയിൽ 9th വെച്ച് എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായി. എന്റെ അമ്മ അത് പൊക്കി, ഞങ്ങളെ ബ്രേക്കപ്പ് ആക്കിച്ചു. ബട്ട് ഷീ ക്യാൻ ഡേറ്റ് someone while being married to someone else. ബട്ട് ആസ് എ ടീം എനിക്ക് ഡേറ്റ് ചെയ്യാൻ പാടില്ലേ? ഇതൊക്കെ അമ്മേനോട് തുറന്ന് ചോദിക്കണം എന്നൊക്കെ ഉണ്ട്. ബട്ട് അതിനുള്ള ധൈര്യം എനിക്കില്ല. ബിക്കോസ് അമ്മ ഭയങ്കര മെന്റലി ടോർച്ചറിങ് ആണ്. ഉഫ്. എന്തേലും പറഞ്ഞാൽ അപ്പൊ തന്നെ അച്ഛന്റെ അടുത്ത് കൊണ്ടുവിടും എന്നൊക്കെ പറയും. ഷീ പേസ് ഫോർ മൈ സ്കൂളിംഗ് ആൻഡ് ഓൾ ആൻഡ് ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ഇറ്റ് ഓൾ. ബട്ട് ഈ ഒരു കാര്യം എന്തോ അമ്മയെ അങ്ങനെ ബഹുമാനിക്കാനോ അങ്ങനത്തെ ഒന്നും തോന്നില്ല. അമ്മയുടെ ഓരോ ഇമോഷൻസും എനിക്ക് ഭയങ്കര ഫേക്ക് ആയിട്ട് തോന്നുന്നു. ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. അച്ഛനോട് പറയാമെന്ന് കരുതിയ അച്ഛൻ ഇപ്പോ അതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റിയ ഹെൽത്ത് സ്റ്റേറ്റിലല്ല. സോറി, സ്റ്റോറി കുറച്ച് ലോങ് ആയി. ഇതൊന്നും ലോങ് സ്റ്റോറി അല്ല. ബട്ട് ഇത് കൺഫ്യസ് ചെയ്തില്ല. ഇത്രയും ഭാരം എനിക്ക് ഒറ്റയ്ക്ക് വെക്കാൻ പറ്റില്ല. താങ്ക് യു സോ മച്ച് ഇവ. എല്ലാവർക്കും ഇങ്ങനെ ഭാരം ഇറക്കി വെക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി തന്നതിന്. അയ്യോ. ഓക്കെ, ഇറ്റ്സ് നോട്ട് അബൌട്ട് മീ. ഐ ഡോണ്ട് നോ വാട്ട് ടു ടെൽ യു ആക്ച്വലി. കുട്ടി എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ടീൻ എന്ന് പറയുമ്പോൾ 13, 14 ആ ഏജിലൊന്നും ബോയ് ഫ്രണ്ട് ഇല്ലാണ്ട് ഇരിക്കാൻ നല്ലത്. അമ്മയുടെ കാര്യം എന്ന് പറയുന്നത്, അമ്മ ടോർച്ചർ ചെയ്യുന്ന ഒരു മെന്റലി ടോർച്ചർ ചെയ്യുന്ന സ്വഭാവമുള്ള ആള് ആണെന്നാണല്ലോ പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് അമ്മേനെ മൈൻഡ് ചെയ്യണ്ട. പിന്നെ ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പഠിക്കുക, ഗ്രാജുവേറ്റ് ചെയ്യുക, ജോലിക്ക് പോവുക, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുക, എന്തെങ്കിലും ചെയ്തിട്ട് സ്വന്തം കാലിൽ നിൽക്കുക. അപ്പൊ മാത്രമേ നമുക്കൊന്ന് ഉഫ് എന്നൊരു ഫീലിംഗ് വരും. അതുവരെ നമ്മൾ അമ്മയുടെ വീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണം. കാരണം നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് യു ക്യാൻ ഡു വട്ടെവർ യു ലൈക്ക്. അടുത്ത സീക്രട്ട്. ഹായ് ചേച്ചി, എനിക്കൊരു കാര്യം ഷെയർ ചെയ്യാൻ കുറെ ഞാൻ ആഗ്രഹിക്കുന്നു. ആഫ്റ്റർ ഓൾ ഞാൻ ചേച്ചിയുടെ എല്ലാ വീഡിയോസും കാണും. എനിക്കിപ്പോൾ ഒരു പാർട്ട്ണർ ഉണ്ട്. ഇൻസ്റ്റാഗ്രാം വഴി മീറ്റ് ചെയ്തതാണ്. ദാറ്റ് ടൈം എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു ആൻഡ് അതെന്റെ റിലേഷൻഷിപ്പ് ആയിരുന്നു. പക്ഷെ ഞങ്ങൾ ബ്രേക്കപ്പ് ആയി. അതിനു മുന്നേ എനിക്ക് ഈ ചേട്ടനെ അറിയാമായിരുന്നു. ഞാൻ ആ ബ്രേക്കപ്പ് കഴിഞ്ഞപ്പോൾ ഒരിക്കലും ഒരു റിലേഷൻഷിപ്പിൽ ആവില്ല എന്ന് ഡിസൈഡ് ചെയ്തിരിക്കുമ്പോൾ അൺഎക്സ്പെക്ടഡ് ആയിട്ടായിരുന്നു ഇവനായിട്ട് റിലേഷൻഷിപ്പിലാവുന്നത്. ആൻഡ് അവൻ പാവമാണ്. അവന്റെ സിറ്റുവേഷൻസ് ഒക്കെ എനിക്കറിയാമായിരുന്നു. അവനെ ഞാൻ മീറ്റ് ചെയ്തിട്ട് കൂടുതൽ ഞങ്ങളുടെ സങ്കടങ്ങളായിരുന്നു ഷെയർ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒരു നല്ല ബോണ്ട് ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. വീക്സ് അഗോ ഞങ്ങൾ റിലേഷനിലായി ആൻഡ് ഇറ്റ് വെൻ വെൽ ഫോർ 2 weeks. ആ ടൈമിൽ തന്നെ അത്രയും നല്ലതായിട്ട് ആയിരുന്നു എന്നോട് അവൻ. അവൻ പാവമായിരുന്നു ആൻഡ് എ ലോയൽ ഗൈ. ഞങ്ങൾ മീറ്റ് ചെയ്തിട്ടില്ല ആൻഡ് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണ്. 2 weeks കഴിഞ്ഞപ്പോൾ അവൻ ഈ റിലേഷൻഷിപ്പ് ഹാൻഡിൽ ചെയ്യാനാവുന്നില്ല എന്ന് പറഞ്ഞു. എന്നെ മെന്റലി ബ്രേക്ക് ഡൗൺ ആക്കി പോയി. എന്നിട്ട് നമുക്ക് പഴയ പോലെ ഫ്രണ്ട്സ് ആയിരിക്കാന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ പറഞ്ഞു. അതെനിക്കൊരു ട്രോമ ആയിരുന്നു. അതിൽ നിന്ന് റിക്കവർ ആവാൻ എനിക്ക് 1 week വേണ്ടി വന്നു. പിന്നെ പഴയ പോലെ മെസ്സേജ് അയക്കാൻ തുടങ്ങി ആൻഡ് സെക്കൻഡ് ടൈമും ഞങ്ങൾ റിലേഷൻഷിപ്പിലായി ആൻഡ് ദിസ് ഞാൻ അവനെ കോൾ ചെയ്തു. ഇന്നും അവൻ പറഞ്ഞ റീസെന്റ് റിലേഷൻഷിപ്പ് പറ്റൂല, ഫ്രണ്ട്സ് ആവാമെന്ന. ഞാൻ എന്റെ സെൽഫ് റെസ്പെക്ട് കളഞ്ഞ് ബെഗ് ചെയ്തു നിന്നു.
നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാം, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു. ബട്ട് അവൻ നോ പറഞ്ഞു. ആൻഡ് ദ തിങ് ഈസ്, അവൻ ആണ് റിലേഷൻഷിപ്പിൽ അവൻ എന്നെ ടെംപ്റ്റ് ചെയ്യാം. ആൻഡ് ഫൂളിഷ് മീ അത് കേട്ട് വീണ്ടും പോകും, കാരണം എനിക്ക് അവനെ അത്ര ഇഷ്ടമാണ്. നേരിട്ട് കാണാത്ത ഒരാൾക്ക് വേണ്ടി ഞാൻ എത്ര കരഞ്ഞു എന്ന് എനിക്കറിയില്ല. ദിസ് ടൈം അവൻ ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കാമെന്ന് ഓഫർ ചെയ്തപ്പോഴും ഞാൻ അഗ്രി ചെയ്തു. അവനോടൊന്നും ഉണ്ടാവാത്ത പോലെ ആ രാത്രി ചിരിച്ച് കളിച്ച് തമാശ പറഞ്ഞ് കോള് കട്ട് ചെയ്തപ്പോൾ ഡീപ്പ് ഇൻസൈഡ് ഞാൻ ചത്തിരുന്നു. ഹോപ്പ് ഒന്നും വെക്കണ്ട എന്ന് എന്നോട് പറഞ്ഞെങ്കിലും എനിക്ക് അവൻ ഇപ്പോൾ ഒരു വൺ സൈഡ് ലവറാണ്. എല്ലാം തുടങ്ങി വെച്ചത് അവനായിരുന്നു, എന്നിട്ട് അവൻ എന്നെ ഒറ്റയ്ക്കാക്കി പോയി. സ്റ്റിൽ ഞാൻ വെയിറ്റ് ചെയ്യാണ് അവന് വേണ്ടി. ആൻഡ് അവൻ ഇത് കേൾക്കുകയാണെങ്കിൽ ഐ ലവ് യു സോ മച്ച്, ദാറ്റ്സ് ഇറ്റ്. ഒരാൾക്ക് നമ്മൾ ഇഷ്ടമില്ലെങ്കിൽ നമ്മളത് റെസ്പെക്ട് ചെയ്ത് നമ്മൾ മാറി നിൽക്കണം. നമുക്കത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണെങ്കിൽ പോലും നമ്മളത് ചെയ്യണം. അടുത്ത സീക്രട്ട്. ഹായ് ചേച്ചി, ചേച്ചിയുടെ വീഡിയോസ് എന്നും കാണുന്ന ഒരാളാണ് ഞാൻ. നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് ആൻഡ് യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ. ചേച്ചി, എനിക്കിപ്പോ 19 ഏജ്. ഞാൻ പറയാൻ പോകുന്ന കാര്യം കഴിഞ്ഞ കൊല്ലം എന്റെ ലൈഫിൽ റിയൽ ആയി സംഭവിച്ചാണ്. ഞങ്ങളൊരു ജോയിന്റ് ഫാമിലിയാണ് ചേച്ചി. എന്റെ വീട്ടിൽ എന്റെ ഫാമിലിയും എന്റെ കസിൻ, അവളൊരു പെണ്ണാണ്, ആ കസിന്റെ ഫാമിലിയും ഉണ്ട്. ഒരു ദിവസം എല്ലാവരും ഒരു പരിപാടിക്ക് പോയി, ഞാൻ അവളും പോയില്ല. ഞാൻ 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ആയിരുന്നു അത്. അവൾ 6th പഠിക്കായിരുന്നു. വീട്ടിൽ ആരും ഇല്ലാത്തതുകൊണ്ട് അവൾക്കും എനിക്കും ഫീലിങ്സ് വന്ന് ഞങ്ങൾ ഓരോന്ന് ചെയ്തു. പിന്നെ ഞങ്ങൾ അത് ഇടയ്ക്കിടയ്ക്ക് ആരില്ലാത്തപ്പോൾ പ്ലാൻ ചെയ്തു. അങ്ങനെ അവൾക്കും എനിക്ക് അതിനോട് നല്ല താല്പര്യം വന്നു. പിന്നെ അവളുടെ ഫാമിലി ന്യൂ ഹൗസ് വെക്കുകയും അവൾ അവിടേക്ക് മാറുകയും ചെയ്തു. അപ്പോൾ അതൊക്കെ പോയി. ഇപ്പൊ ഞാൻ +2 ആണ് പഠിക്കുന്നത്. കഴിഞ്ഞ കൊല്ലം അവൾ വീട്ടിൽ ഒറ്റയ്ക്കാണ് എന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ അവിടേക്ക് പോയി നമുക്ക് പഴയ പോലെ കൂടെ ഉണ്ടെന്ന് ചോദിച്ചു. അവള് അത് അവളുടെ വീട്ടിൽ പറയുകയും പിന്നീട് അത് ഫാമിലി ഭയങ്കര ചർച്ച ആവുകയും ചെയ്തു. അവൾ ഇതിന്റെ മുമ്പ് നടന്നതൊന്നും പറഞ്ഞില്ല. ആകെ ഞാൻ അവളോട് അങ്ങനെ ചോദിച്ചത് മാത്രമാണ് പറഞ്ഞത്. ഇപ്പൊ എനിക്ക് ഈ ഫാമിലിയിൽ ഒരു വിലയില്ല. അവൾക്കാണ് എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്, പക്ഷെ അവളും ഈ തെറ്റിൽ ഇൻവോൾവ് അല്ലേ? യാ. ഞാൻ മാത്രമാണോ ഈ നാണക്കേട് അനുഭവിക്കേണ്ടത്? എനിക്ക് ഇതൊക്കെ പറയണമെന്ന് ഉണ്ട് എല്ലാവരോടും, ബട്ട് ആരും വിശ്വസിക്കില്ല. ചേച്ചി, എല്ലാവരും ഇത് എനിക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയ കഥയാണെന്ന് ചിന്തിക്കൂ. ചേച്ചി, ഞാൻ തെറ്റ് ചെയ്തു, ബട്ട് അവളും ചെയ്തില്ലേ? അതോ എല്ലാവരും പറയുന്ന പോലെ ഞാൻ മാത്രമാണോ ഇതിൽ കുറ്റക്കാരൻ? ഇതൊരാളോടേലും പറഞ്ഞപ്പോ ഇതൊരാളുടെയും പറഞ്ഞപ്പോഴാണ് ചേച്ചി എനിക്കൊരു സമാധാനമായത്. താങ്ക്സ് ചേച്ചി. രണ്ടുപേരും കുറ്റക്കാരാണ്. പക്ഷേ ഷി ഡിഡ് വാട്ട് ഷി ഡിഡ്. ഇത് ഒരു മോശം ഏർപ്പാടായി പോയി. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത സീക്രട്ട്. ഹായ് വാ, പരസ്പരം ഇഷ്ടമായിട്ടും പാരന്റ്സിന് ഇഷ്ടമായിട്ടും നടക്കാതെ ഇരിക്കുന്ന എന്റെ ലവ് സ്റ്റോറിയാണ് ഞാൻ പറയുന്നത്. എനിക്കൊരു പെൺകുട്ടി 5th സ്റ്റാൻഡേർഡ് തൊട്ട് തന്നെ ഇഷ്ടമാണ്. അവൾ എന്റെ ലോങ് റിലേറ്റീവ് ആണ്. ഞാൻ പോലും അറിയാതെ എനിക്ക് തോന്നിയ ഒരു ഇഷ്ടം. അവളോട് ഞാൻ സംസാരിച്ചത് കൂടി പോയ 25 വേർഡ്സെങ്കിലും കാണും ലൈഫ് ടൈമിൽ. അങ്ങനെ ആ ഇഷ്ടം കൊണ്ട് ഞാൻ +2 കഴിഞ്ഞു ഹയർ സ്റ്റഡീസിന് പോയി. ഒരു ദിവസം അവളുടെ നമ്പർ എനിക്ക് കിട്ടി. ഞാൻ അത് സേവ് ചെയ്തു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവളുടെ സ്റ്റാറ്റസ് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ദാറ്റ് മീൻസ് അവൾ എന്റെ സ്റ്റാറ്റസ് കാണുന്നുണ്ട്. പിന്നെ അവൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ സ്റ്റാറ്റസ് ഇട്ട് തുടങ്ങി. കുറച്ച് ഇമോജീസ് വെച്ചിട്ടുള്ള സെയിം ക്യാപ്ഷൻസ് എല്ലാ സ്റ്റാറ്റസിലും ഞാൻ ഇടും. ഒരു ദിവസം അതേ ക്യാപ്ഷൻ വെച്ച് അവൾ സ്റ്റാറ്റസ് ഇട്ടു. എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. നമ്മൾ സ്റ്റാറ്റസുകൾ കൊണ്ട് പ്രണയിച്ചു തുടങ്ങി. ഒരു വാക്ക് മിണ്ടാതെ സ്റ്റാറ്റസ് മാത്രം കൊണ്ട് സംസാരിച്ചു. കുറെ മന്ത്സ് അങ്ങനെ പോയി. എനിക്ക് 25 ഇയേഴ്സ് ആയതിന്റെ പിറ്റേന്ന് അവളുടെ വീട്ടുകാർ എന്റെ വീട്ടുകാരെ പ്രപ്പോസൽ കൊണ്ടുവന്നു. എന്നോട് പറഞ്ഞില്ല. എന്റെ അനിയൻ പക്ഷെ എന്നോട് പറഞ്ഞു. ഞാൻ ഹാപ്പിയായി. ബട്ട് ഇതിന്റെ ഇടയിൽ ഒരു ട്വിസ്റ്റ് സംഭവിച്ചു. എന്റെയും അവളുടെയും ജാതകം ചേരില്ല എന്ന് ജ്യോത്സ്യം പറഞ്ഞു. അതുപോലെ മരണ അതുപോലെ മരണ പൊരുത്തവും ഉണ്ടെന്ന് പറഞ്ഞു. അത് കേട്ട് നമ്മുടെ ഫാമിലീസ് വിഷമം ഉണ്ടെങ്കിലും അത് അവസാനിപ്പിച്ചു. ഷോ. ബട്ട് എനിക്ക് അത് അവസാനിപ്പിക്കാൻ ഒക്കുന്നില്ല. ഞാൻ ഈ കഴിഞ്ഞ ഫെബ്രുവരി 14 വീണ്ടും സ്റ്റാറ്റസ് ഇട്ടു. കുറച്ച് ഡേയ്സ് കഴിഞ്ഞപ്പോൾ നമ്മുടെ പഴയ ക്യാപ്ഷൻ വെച്ച് അവളും സ്റ്റാറ്റസ് ഇട്ടു. അപ്പൊ അവളും എന്നെ മറന്നിട്ടില്ല. ഞാൻ അങ്ങനെ രാവണപ്രഭു മൂവി മോഹൻലാൽ ഡയലോഗ്, നീ ഇപ്പോഴും ഒരു രാമനും സ്വന്തമല്ല. ഒരു സെക്കൻഡ് സവാരി ഗിരി മറിയ ഞാൻ ഉറപ്പിച്ചു പോകും. ഗിരി മാറിയ ഞാൻ ഉറപ്പിച്ചു പോകും, മറ്റൊരുത്തനും വിട്ടുകൊടുക്കില്ല എന്ന്. സോറി, എനിക്ക് ആ ഡയലോഗ് അറിയില്ല. ഇതിൽ വായിച്ചിട്ടെങ്കിൽ മനസ്സിലാകുന്നില്ല. ഈ ഡയലോഗുള്ള വീഡിയോസ് സ്റ്റാറ്റസ് ആക്കി. ഇതുവരെ ആണ് കാര്യങ്ങൾ. ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് അറിയില്ല. ബട്ട് ഒരു വാക്കും മിണ്ടാതെ ചാറ്റ് ചെയ്തത് ആണ് ലെസ് ദൻ 10 വേർഡ്സ്. അതും എന്തോ വിഷ് ചെയ്തത്.
ബട്ട് അവൾ എന്റെ പ്രിയപ്പെട്ടവളാണ്. എനിക്ക് അവളെ മറക്കാൻ കഴിയുന്നില്ല. ഒന്ന് പോയി മെസ്സേജ് അയക്കി, എന്താ കാര്യം എന്ന് മനസ്സിലാക്ക്. അങ്ങോട്ട് പോയിട്ട് മെസ്സേജ് അയച്ച് കാര്യങ്ങൾ പറ. എന്നിട്ട് ആ കുട്ടിക്ക് എന്താ പറയാനുള്ളതെന്ന് ചോദിക്കുക. എന്നിട്ട് നിങ്ങൾ തമ്മിലൊരു ഒരു കോൺവെർസേഷൻ നടത്താം. എന്നാലല്ലേ നമുക്ക് എന്താ സംഭവം, എന്താ കാര്യം എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. വീട്ടുകാർക്ക് മാരേജിന് ടെൻഷൻ, അവർ സമ്മതിക്കില്ല. അവളുടെ ഇഷ്ടം ഇപ്പോഴും ഉണ്ടോ എന്ന് കൺഫേം ആക്കാൻ പറ്റുന്നില്ല. അവളും സങ്കടത്തിലായിരിക്കുമോ? എനിക്ക് അവളെ കിട്ടുമോ? പ്ലീസ് ടെൽ മി എ സൊല്യൂഷൻ. ഇവർക്ക് ഒരു ബ്രദർ ഉണ്ടായിരുന്നാൽ എന്ത് സജഷൻ ആവും കൊടുക്കാം? ഈ സജഷനാണ് ഞാൻ കൊടുക്കുക. ഒന്നും മെസ്സേജ് 25 വയസ്സ്. ഏ ഞാൻ ഡേറ്റ് നോക്കിയപ്പോ 2025 വന്ന ടിക്കറ്റാണ് ഞാൻ വായിക്കുന്നത്. അപ്പോ എന്താണെന്നുള്ള കാര്യം എന്നോട് ഇങ്ങോട്ട് പറയായിരിക്കും നല്ലത്. അടുത്ത ചിത്രം. എന്റെ പേര് ഡാഷ്, പക്ഷെ വീഡിയോയിൽ കെ എന്ന് പറഞ്ഞാൽ മതി. ഐ ആം ഗേ. ദിസ് ഈസ് സ്റ്റോറി അബൌട്ട് മൈ വൺ സൈഡഡ് ലവ്. എന്റെ കഥ തുടങ്ങുന്നത് 2017 ജൂണിലാണ്. ഞാൻ 9ാം ക്ലാസ്സിലായ വർഷം. ഞാൻ 8ാം ക്ലാസ് വരെ ഡിവിഷനിലാണ് പഠിച്ചത്. പക്ഷെ ആ വർഷം എന്നെ ഡിവിഷൻ മാറ്റി. ഞാൻ പഠിക്കാൻ മോശമാണ്. എന്റെ കൂട്ടുകാരെല്ലാം പഠിപ്പിച്ചായിരുന്നു. അത് കാരണം തന്നെ എന്നെ ക്ലാസ്സും മാറ്റിയത്. എന്നെ ഡിവിഷനിലേക്ക് ആക്കി. അതിനെ വളരെയധികം അതിനെ വളരെയധികം തളർത്തി. എന്തുകൊണ്ടെന്നാ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സിൽ നിന്ന് അകറ്റിയത് കൊണ്ടാണ്. ഞാൻ ഞാൻ ഒരു കുടുംബത്തിനും ഫ്രണ്ട്സിനും എക്സ്ട്രോവേർട്ട് ആണ്. പക്ഷെ എനിക്കറിയാത്തവരോട് ഞാൻ ഇൻട്രോവേർട്ട് ആണ്. അത് കാരണം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു എല്ലാവരോടും സംസാരിക്കാൻ. ക്ലാസ് തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞാണ് ഞാൻ എല്ലാവരെയും ഒന്ന് നോക്കിയത്. അപ്പോഴാണ് ഞാൻ അവനെ കാണുന്നത്. എന്താണെന്ന് അറിയില്ല. ആദ്യം കണ്ടപ്പോൾ തന്നെ എന്തെന്നറിയാത്ത ഒരു അടുപ്പം തോന്നി. പക്ഷെ കുറെ പേര് സംസാരിക്കുന്നത് കേട്ടാ അവനൊരു വില്ലനാണെന്ന് തോന്നി. അത് കാരണം എനിക്ക് ആദ്യം ഒന്നും ഇഷ്ടമല്ലായിരുന്നു. പിന്നെ അവനെ അടുത്തറിഞ്ഞപ്പോഴാണ് എന്താണെന്ന് അറിയില്ല, എനിക്കൊരു ആകർഷണം തോന്നി. നിന്നെ കാണാൻ നല്ല രസവുമില്ല, ഞാൻ അത്ര നന്നായിട്ട് പഠിക്കുന്നില്ല. എന്നെ കാണാന്നാണോ ഉദ്ദേശിച്ചത്? പിന്നെ എനിക്ക് അവനുമായിട്ട് കൂട്ടുകൂടണമെന്ന് തോന്നി. അതിനുള്ള പ്രധാന കാരണം അവന്റെ സ്വഭാവമാണ്. അവൻ എല്ലാവരെയും സഹായിക്കും. അവൻ എല്ലാവരെയും റെസ്പെക്ട് ചെയ്യും. പിന്നെ എന്താണ് എനിക്ക് ഇഷ്ടമെന്ന് ചോദിച്ചേനെ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പനി സ്വഭാവം കഴിഞ്ഞപ്പോ എനിക്ക് ഇഷ്ടമായി. പനി എന്നാണ് എഴുതിയിരിക്കണം, അതാണ് ഞാൻ പനിന്ന് അയച്ചേക്കെ. ഞാൻ ആദ്യം വിചാരിച്ചത് ഒരു ബെസ്റ്റ് ഫ്രണ്ടിനോടുള്ള ഇഷ്ടമാണെന്ന്. പക്ഷെ കുറെ നാളുകൾ കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാൻ അവനെ ശരിക്കും പ്രണയിക്കുന്നു എന്ന്. അത് ഞാൻ തിരിച്ചറിയുന്നത് 10ാം ക്ലാസ്സിൽ അവസാനമായപ്പോഴാണ്. അവൻ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ എനിക്ക് അസൂയ തോന്നും. അവൻ സ്കൂളിൽ വരാതിരിക്കുമ്പോൾ എന്താണെന്ന് അറിയാത്ത ഒരു വിഷമം തോന്നും. പിന്നെ അവനോടുള്ള ഒരു ചിന്ത, ഞാൻ ഉദ്ദേശിച്ചത് ഒരു വേവലാതി, അവൻ എന്തെങ്കിലും പറ്റി എന്നൊക്കെ. 10ാം ക്ലാസ് അവസാനിപ്പിക്കുകയാണ് ഞാൻ ശരിക്കും തിരിച്ചറിഞ്ഞത്. 10ാം ക്ലാസ് അവസാനിപ്പിക്കുകയാണ് ഞാൻ ശരിക്കും തിരിച്ചറിഞ്ഞത്. ആ സമയത്ത് എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ മാൻ ലവ്സ് അനദർ മാൻ. അതെങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ ഒരുപാട് ആലോചിച്ചു. ആ സമയം എനിക്ക് വളരെ ഭരിച്ചതായിരുന്നു. മനസ്സിലാവണില്ല ഇത്. പിന്നെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അവൻ സ്കൂൾ മാറി. ഞാൻ അതേ സ്കൂളിൽ തന്നെയാണ് +1 +2 പഠിച്ചത്. ഈ സിനിമയിലൊക്കെ കാണുന്നത് പോലെ എവിടെ നോക്കിയാലും അവരെ തന്നെയാ കാണുന്നത്. സമയം കഴിയുന്നതിനനുസരിച്ച് അവനോടുള്ള ഇഷ്ടം എനിക്ക് കൂടി കൂടി വന്നു. പിന്നെ കോവിഡായി. ആ സമയത്താണ് ഞാൻ എന്നെ തന്നെ കൂടുതൽ മനസ്സിലായത്. എനിക്ക് സോഷ്യൽ മീഡിയ അപ്പോഴാണ് ലഭിച്ചത്, പഠനത്തിനായി. ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തു. അപ്പോഴാണ് എന്നെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയത്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാൻ മാത്രമല്ല, ഇങ്ങനെ കുറെ പേര് എന്നെ പോലെ ഉണ്ടെന്ന്. ആ സമയത്ത് ഞാൻ അവരുമായി കുറെ സംസാരിക്കുമായിരുന്നു. സംസാരിക്കുന്നത് അവനും എന്നോട് ഇഷ്ടമുള്ള പോലെ തോന്നി. സ്കൂളിലും അവൻ എന്നെ ഇടയ്ക്ക് നോക്കുമായിരുന്നു. ഒരു പ്രാവശ്യം ഞാൻ ഉറങ്ങി കിടന്നപ്പോൾ അവൻ എന്റെ അടുത്ത് വന്നു. ഉണർത്താൻ വന്നതാണ്. പക്ഷെ അറിയാതെ ഒരു ആക്സിഡന്റൽ കിസ് ഉണ്ടായി. അവൻ പറഞ്ഞു ആരോടും പറയരുതെന്ന്. ഓക്കെ എന്ന് ഞാനും പറഞ്ഞു. പക്ഷെ അത് എനിക്ക് മറക്കാൻ പറ്റില്ല. പിന്നെ വർഷങ്ങൾ കഴിഞ്ഞു. അവൻ അപ്പോൾ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട്. എനിക്കറിയാം അവൻ എനിക്ക് ഒരിക്കലും കിട്ടില്ല എന്ന്. എനിക്ക് സന്തോഷമുണ്ട്. അവൻ സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത് എന്ന് അറിഞ്ഞപ്പോൾ. അവനും ആ പെൺകുട്ടിയും കല്യാണം നടക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് വിഷമമുണ്ട്, പക്ഷെ അവന്റെ സന്തോഷമാണ് എന്റെയും സന്തോഷം. ഇപ്പൊ 8 വർഷമായി. ഇപ്പോഴും ഞാൻ അവനെ സ്നേഹിക്കുന്നു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഞാൻ മറക്കാൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷെ പറ്റുന്നില്ല. ഇതെന്റെ വീട്ടുകാർക്ക് അറിയില്ല. അവർ ഇത്തിരി ഹോമോഫോബിക് ആണ്. ഇതറിഞ്ഞ എന്നെ കൊല്ലും. ചില സമയം എനിക്ക് എന്നോട് തന്നെ ഇഷ്ടമല്ലാതാകും. ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. ഭാവിയിൽ നിന്നായിരിക്കും. പിന്നെ ഞാൻ താങ്കളുടെ വീഡിയോസ് കാണാറുണ്ട്. എനിക്ക് എല്ലാ വീഡിയോസും ഇഷ്ടമാണ്. ഇതുപോലെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കും. സാരില്ല, നമുക്ക് ഇതുപോലെ തന്നെ ഗേ ആയിട്ടുള്ള ഒരു പുള്ളിനെ കിട്ടും. അപ്പോ നമുക്ക് ഇന്ന് ഇത്രയ്ക്ക് സീക്രട്ട് വായിച്ചാൽ മതി. ബാക്കി സീക്രട്ട് അടുത്ത വീഡിയോയിൽ വെച്ച് വായിക്കാം. ഓക്കെ.
ഇത്